ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം ഉണ്ട്. ഈ നാളെ മിക്കവാറും BJPയുടെയും പ്രതിഷേധം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇനി ഈ പരാതി വന്ന പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രതിഷേധം ശക്തമാക്കാനാണ് BJPയുടെയും ഡിവൈഎഫ്ഐയുടെയും എല്ലാം തന്നെ തീരുമാനം. പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. സർക്കാരിനെതിരെ നിരവധി ആരോപണങ്ങളുണ്ട്. പാലക്കാട്ടെ BJPക്കെതിരെ നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. ഇത് മറികടക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ശക്തമായി ഉയർത്താനാണ് BJP തീരുമാനിച്ചിട്ടുള്ളത്. CPM ഈ പ്രതിഷേധവുമായി രംഗത്തില്ലെങ്കിലും ഡിവൈഎഫ്ഐയും ഈ പ്രതിഷേധവുമായി ശക്തമായി മുന്നോട്ട് പോകാനാണ് ഡിവൈഎഫ്ഐയുടെയും SFIയുടെയും എല്ലാം തീരുമാനം. ശരി, സാജിദാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും പ്രതിഷേധം ശക്തമാക്കാനാണ് ഡിവൈഎഫ്ഐയുടെയും SFIയുടെയും തീരുമാനം. അല്പസമയത്തിനകം തന്നെ MLAയുടെ ഓഫീസിലേക്ക്, ഈ അടച്ചുപൂട്ടിയ ഓഫീസിലേക്ക് മാർച്ച് നടത്താനുള്ള ഒരു തീരുമാനത്തിലാണ് ഡിവൈഎഫ്ഐ ഉള്ളത്. വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. വീണ്ടും സിജോ വിജോണിലേക്ക് പോവുകയാണ്. സിജോ, ഒരു ഭാഗത്ത് MLA മുൻകൂർ ജാമ്യത്തിനായുള്ള നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറുവശത്ത് അന്വേഷണ സംഘം ദ്രുതഗതിയിലുള്ള നീക്കങ്ങൾ നടത്തുന്നു. അടുത്ത നിർണായക ഘട്ടം എന്തെന്ന് തീരുമാനിക്കാനുള്ള കൂടിയാലോചനകൾ നടക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഒരുപക്ഷെ ഇന്ന് രാത്രിയോടുകൂടി തന്നെ അതിജീവിതയുടെ രഹസ്യമൊഴി അടുക്കുമെന്നതടക്കം വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഈ രാഹുലിന്റെ അടുത്ത നീക്കം എന്താണെന്നുള്ള എന്തെങ്കിലും സൂചന, ഈ മുൻകൂർ ജാമ്യം തേടുന്നുണ്ട്, അത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നതിനപ്പുറം വേറെന്തെങ്കിലും രാഹുലിന്റെ നീക്കത്തെക്കുറിച്ചോ രാഹുൽ എവിടെയാണെന്നതിനെ കുറിച്ചോ എന്തെങ്കിലും സൂചന നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? ഈ അതിജീവിത പരാതി നൽകിയതിന് ശേഷം രാഹുലിന്റെ ഭാഗത്തു നിന്ന് നിലയിൽ ഒരു പ്രതികരണം വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് മാത്രമാണ്. അതിനെ അദ്ദേഹത്തിന്റെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് നിയമപരമായി വഴി തേടും എന്നുള്ള രീതിയിലാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഉള്ളതാനും. അതുകൊണ്ട് തന്നെയാണ് അത്തരം ഒരു സാധ്യതകളിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ കടക്കുന്നു എന്നുള്ള സൂചനകൾ ആദ്യഘട്ടത്തിൽ ലഭിച്ചിരുന്നത്. അതിനുശേഷം കൊച്ചിയിലെ ചില അഭിഭാഷകരുമായി സംസാരിക്കുമ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ തേടിയാൽ അതിന് എത്ര സാധ്യതയുണ്ടെന്ന് സംബന്ധിച്ച് രാഹുൽ ഈ അഭിഭാഷകരുമായി സംസാരിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്ന വിവരം. പക്ഷേ അതിന്റെ ഒരു ഈ പരാതിയുടെ ഗൗരവം വളരെ ഗൗരവമുള്ള ഒരു പരാതിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി പോയാൽ അത് കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയം ഈ അഭിഭാഷകർ പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള സാധ്യതയാണ് നമുക്ക് തേടാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അങ്ങനെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ ഫയൽ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായും ഈ പറയുന്നത് പോലെ അതിൽ പോലീസിന്റെയും സർക്കാരിന്റെയും ഒക്കെ അഭിപ്രായം കോടതി തേടുകയും ചെയ്യും. അങ്ങനെ അഭിപ്രായം തേടിയതിനു ശേഷം അപ്പോൾ പെട്ടെന്നുള്ള അറസ്റ്റിലേക്ക് അന്വേഷണ സംഘത്തിന് കടക്കാൻ സാധിക്കില്ല. കാരണം ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിക്കഴിഞ്ഞാൽ അത് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു ഓർഡർ വന്നതിന് ശേഷം മാത്രമാണ് സാധാരണ രീതിയിൽ അറസ്റ്റിലേക്ക് പോവുകയും ചെയ്യുക. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി ഒരു ടൈം രാഹുലിനെ സംബന്ധിച്ചിടത്തോളം കിട്ടും. പക്ഷെ അന്വേഷണ സംഘം നീങ്ങുന്നത് ഈ അതിജീവിതയുടെ പരാതി വളരെ വേഗത്തിൽ തന്നെ പരിശോധിച്ച് ഉടൻ തന്നെ ഒരു FIR രജിസ്റ്റർ ചെയ്യുകയാണെന്നുള്ളതാണ്. അങ്ങനെ FIR രജിസ്റ്റർ ചെയ്ത് രാഹുലിന് നിയമപരമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നതിന് മുമ്പേ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാൻ പറ്റുമോ എന്നുള്ള കാര്യവും പോലീസ് പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വളരെ വേഗത്തിൽ തന്നെ നടപടികൾ സ്വീകരിക്കണം. അതിജീവിതയുടെ പരാതി വളരെ ഗൗരവത്തിൽ തന്നെ എടുക്കണം. മുഖം നോക്കാതെ നടപടി സ്വീകരിക്കണമെന്ന കൃത്യമായൊരു നിർദ്ദേശമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഉടൻ തന്നെ നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുമെന്ന് നമുക്ക് വിവരം ലഭിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഏറ്റവും വേഗത്തിൽ ഈ കേസിൽ തുടർ നടപടി എന്ന നിലയിൽ ചെയ്യുന്നത് ഈ അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. ആ മൊഴി വൈകാതെ തന്നെ രേഖപ്പെടുത്തും. കോടതിയിൽ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നതിനുള്ള അപേക്ഷ ഉടൻ നൽകാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പരാതിയിൽ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്രയും നാള് നമുക്ക് ഈ രാഹുലിനെതിരെ ആരോപണവുമായി ഈ അതിജീവിതയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നെന്ന് പറയുന്ന വിവരങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഈ ചില ഓഡിയോ ആണ്. ആ ഓഡിയോയിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഇങ്ങനെ ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചുവെന്നും എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്വാഭാവികമായും ഇത്തരം വിഷയങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ പരാതി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം കുരുക്ക് വല്ലാതെ മുറിവും. കാരണം ഗർഭചിത്രത്തിന് നിർബന്ധിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ഗൗരവമുള്ള പ്രശ്നമാണ്. അത് ഗുരുതരമായ വകുപ്പുകൾ ചുമത്തുന്ന കേസെടുത്തുന്ന രീതിയിലേക്ക് പോകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആന്റിസിപ്പേറ്ററി ആയിട്ട് പോയി കഴിഞ്ഞാൽ പോലും അത് പരിഗണിക്കപ്പെടുന്ന ഞാൻ പറഞ്ഞ റിലാക്സേഷൻ ടൈം കുറച്ച് ടൈം ഒരുപക്ഷെ രാഹുലിന് കിട്ടും. പക്ഷെ ആ കാര്യത്തിലൊന്നും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് അനുകൂലമായ വിധി ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. എന്തായാലും അത്തരം ഗുരുതരമായ പരാതിയാണെന്നുള്ളത് കൊണ്ട് തന്നെ അറസ്റ്റ് ഉറപ്പാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.